എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ആ ഒരു ഐസ്മാൻ അവൻ റോബോട്ടിനെ ഫ്രീസ് ചെയ്ത് ഇപ്പൊ മുൻപോട്ട് ഓടുകയാണ്. ബാക്കിയുള്ള സ്റ്റുഡൻസ് എല്ലാവരും ഇപ്പൊ റോബോട്ട്സിന്റെ മുൻപില് പെട്ടുകിടക്കും. ഉടനെ ആ ചോപ്പൻ തലയൻ അവന്റെ രണ്ട് കൈ ഉപയോഗിച്ച് ഒരു റോബോട്ടിനെ തല്ലി പൊട്ടിച്ച് ഇപ്പൊ മുൻപോട്ട് ഓടുകയാണ്. അവന്റെ തൊട്ടു പിന്നാലെ ഇപ്പൊ ഒരു സ്റ്റീൽ തലയൻ അവന്റെ പവർ ഉപയോഗിച്ച് അടുത്തൊരു റോബോട്ടിനെ കാലേ വാരി ഇപ്പൊ ഒരൊറ്റ അടി. ചോപ്പനാണെങ്കില് ഇപ്പൊ അവനെ കാണുമ്പോ കുറച്ച് അസൂയയും തോന്നും. ഇവനും എന്റെ സെയിം പവർ ആണോന്ന് ചോദിച്ച് അവനിപ്പോ മുൻപോട്ട് ഓടും. പിന്നീട് ചപ്രത്തലയൻ, കണ്ണാടിപ്പയ്യൻ എന്നിങ്ങനെ ഓരോരുത്തരായിട്ട് ഇപ്പൊ റോബോട്ട്സിനെ തല്ലി തകർത്ത് ഉഷാറായിട്ട് മുൻപോട്ട് കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതേ സമയത്ത് ലോങ് ഷോട്ടില് മാസ്റ്റർ ആവട്ടെ അവരുടെ പെർഫോമൻസ് കണ്ട് ഷോക്കായിട്ട് നിൽക്കുകയാണ്. കാരണം അവർക്ക് എങ്ങനെയെങ്കിലും ഈ ബാറ്റിൽ വിജയിക്കണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ടൈം സേവ് ചെയ്ത് അവർ മുൻപോട്ട് ഓടുന്നത്. ഇവിടെ നമ്മുടെ ഹീറോ അവന്റെ പവർ മാക്സിമം ഉപയോഗിക്കാതെ ഇപ്പൊ മുൻപോട്ട് ഓടുകയാണ്. കാരണം തുടക്കത്തിൽ തന്നെ അവന്റെ പവർ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അവൻ എന്തെങ്കിലും സംഭവിച്ച ഈ ഒരു ബാറ്റില് അത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് മാക്സിമം അവന്റെ തന്നെ പവർ എടുത്ത് ഇപ്പൊ മുൻപോട്ട് ഓടും. അപ്പൊ ഹീറോയുടെ മുൻപിലേക്കും ഇപ്പൊ ഒരു റോബോട്ട് അത് ചാടിത്തുള്ളി വന്ന് നിൽക്കും. അതിന്റെ ഒരു ചെറിയ പോർഷൻ അത് തകർന്ന് താഴെ വീഴുമ്പോ ഹീറോ ആവട്ടെ അത് കയ്യിലെടുത്ത് ചാടി വന്ന് ആ റോബോട്ടിനെ ഇപ്പൊ തല്ലി തകർക്കാണ്. ഈ സാധനം കൊള്ളാം, അടിപൊളിയാണെന്ന് പറഞ്ഞ് അവൻ അതും ചുരുട്ടി പിടിച്ച് ഇപ്പൊ മുൻപോട്ട് ഓടും. അപ്പൊ അവൻ കാണും ഇപ്പൊ അവന്റെ മുൻപില് ഒരുപാട് റോബോട്ട്സ് അങ്ങനെ നിൽക്കാണ്. ഹീറോ പേടിച്ച് വിറയ്ക്കുമ്പോ ആ ഒരു മോമോ പയ്യൻ അവൻ ചാടിച്ചെന്ന് ആ റോബോട്ടിന്റെ ഗണ്ണെടുത്ത് അവനിപ്പോ റോബോട്ട്സിനെ തന്നെ വെടിവെക്കാൻ തുടങ്ങും. അങ്ങനെ ഓരോ റോബോട്ട്സ് ആയിട്ട് ഇപ്പൊ തകർന്നു വീഴുമ്പോ ഹീറോ ഒരുപാട് ഹാപ്പി ആവും. കഷ്ടപ്പെട്ട് ഓടി ഓടി ഇപ്പൊ ഹീറോ ആവട്ടെ ഒരു വിധത്തിൽ ഫിനിഷ് ചെയ്യും. അടുത്തതായിട്ട് സെക്കൻഡ് റൗണ്ടില് ഇപ്പൊ ഒരുപാട് മരക്കുറ്റികള് അങ്ങനെ കുത്തി വെച്ചിരിക്കുകയാണ്. കയറ് പിടിച്ച് അതിലൂടെ കറക്റ്റ് ആയിട്ട് മുൻപോട്ട് ഓടണം. തവളപ്പെണ്ണത് കണ്ടുടനെ ഇപ്പൊ ഒരുപാട് ഹാപ്പി ആയിട്ട് ആ കയറെ തൂങ്ങി സിമ്പിൾ ആൻഡ് ഫാസ്റ്റ് ആയിട്ട് അക്കരെ എത്തും. അടുത്തതായിട്ട് ഒരു പിങ്കി പെണ്ണ്. ഇവൾക്ക് പിങ്ക് മുടിയാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇവളെ പിങ്കി എന്ന് വിളിക്കാം. അവളും ഒരു കൂസലും ഇല്ലാതെ അവളുടെ ഗാഡ്ജറ്റ്സ് ഉപയോഗിച്ച് ഇപ്പൊ ആ ഒരു സെക്കൻഡ് റൗണ്ടും സിമ്പിൾ ആയിട്ട് ഫിനിഷ് ചെയ്യും. അവളുടെ സ്റ്റൈലും മൂവ്മെന്റും കാണുമ്പോ ബാക്കിയുള്ള എല്ലാവർക്കും ആവേശാവും. അവളുടെ പിന്നാലെ തന്നെ ഇപ്പൊ ഐസ്മാൻ അവൻ ആ റോപ്പ് തന്നെ ഫ്രീസ് ആക്കി അതിൽ സ്ലൈഡ് ചെയ്ത് എൻഡിങ്ങിലെത്തും. അത് കണ്ട് ചപ്രത്തലയൻ എനിക്കിതൊക്കെ ഈസി ആണെന്ന് പറഞ്ഞ് കയറി കൂടെ ചാടി അക്കരെ എത്തും. കണ്ണാടിപ്പയ്യൻ കൈയൊക്കെ വിരിച്ചു വെച്ച് പാട്ടൊക്കെ പാടി കൂളായിട്ട് നടന്നു പോവും. ഇവിടെ ചിരിക്കുട്ടൻ നമ്മുടെ ഹീറോയെ കാത്തിരിക്കുകയാണ്. അപ്പോഴായിരിക്കും നമ്മുടെ ആള് അവൻ ആ ഷീൽഡ് ദേഹത്തിട്ട് ഇപ്പൊ കയറി കൂടെ ഊർന്നിറങ്ങുകയാണ്. കട്ട് ചെയ്ത ഹീറോയുടെ അമ്മ ടിവിയിൽ അവന്റെ പെർഫോമൻസ് കണ്ട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കും. ഇവിടെ മൈക്കിലൂടെ ഇപ്പൊ അടുത്ത അനൗൺസ്മെന്റ് വരും. അവരുടെ തേർഡ് സെക്ഷൻ അതൊരു വലിയ ഫീൽഡാണ്. അവിടെ മുഴുവൻ പടക്കങ്ങളും ബോംബുകളും കുഴിച്ചിട്ടിട്ടുണ്ട്. ശ്രദ്ധിച്ച് നടന്നു പോയിട്ടില്ല എങ്കില് പടക്കവും ബോംബുകളും പൊട്ടി അവരുടെ കാല് പോലും തകർന്നു പോവും. ഐസ്മാൻ ആവട്ടെ അവൻ കൂളായിട്ട് ഓടും. അത് കാണുമ്പോ ചപ്രത്തലേന് സഹിക്കില്ല. അവൻ ഓടി വന്ന് ഇപ്പൊ അവനെ തള്ളിയിട്ട് മുൻപോട്ട് ഓടും. പക്ഷെ അപ്പോഴേക്കും ഐസ്മാൻ അവന്റെ കൈ ഉപയോഗിച്ച് ചപ്രത്തലേന്റെ കൈ തന്നെ ഫ്രീസ് ചെയ്യും. അങ്ങനെ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ പൊരിഞ്ഞ അടിയിടി ബഹളം. കണ്ണാടി പയ്യനാവട്ടെ അവൻ എന്തും വരട്ടെ എന്ന് പറഞ്ഞ് ഇപ്പൊ സ്പീഡിൽ ഓടും. അപ്പൊ ബോംബുകൾ ഒന്നൊന്നായിട്ട് പൊട്ടിത്തെറിച്ചുകൊണ്ടേയിരിക്കും. ബാക്കിയുള്ളവര് ഇപ്പൊ വളരെ ശ്രദ്ധിച്ച് മുൻപോട്ട് നടക്കും. അവരുടെ എല്ലാം പിന്നിലായിട്ട് ഇപ്പൊ ഹീറോ ആവട്ടെ പതിയെ നടക്കുകയാണ്. അവന്റെ കയ്യിലുള്ള ആ ഒരു ഷീൽഡ് ഉപയോഗിച്ച് മണ്ണിൽ കുത്തി ഇളക്കാൻ തുടങ്ങും. അത് കണ്ട് ജിറോ പയ്യൻ ചോദിക്കും, നിനക്കെന്താ വട്ടായോ? പക്ഷെ നമ്മുടെ ആള് അവിടെ ഉണ്ടായിരുന്ന ബോംബുകളും പടക്കങ്ങളും എല്ലാം ശേഖരിച്ച് ഒരു കുഴിയില് ഇപ്പൊ അങ്ങനെ കൂട്ടിയിടുകയാണ്. ചിരിക്കുട്ടനാണെങ്കില് ഇപ്പൊ ഒരുപാട് ഡിസപ്പോയിന്റഡ് ആവും. കാരണം നമ്മുടെ ഹീറോ ആണ് ഇപ്പൊ ഏറ്റവും പുറകില്. ഇവൻ എന്താ ചെയ്യണേന്നും പറഞ്ഞ് ഇപ്പൊ ചിരിക്കുട്ടൻ ടെൻഷനാവും. നമ്മുടെ ഹീറോ അവൻ ആ ഷീൽഡ് എടുത്ത് ഇപ്പൊ മുൻപിൽ വെച്ച് ബോംബുകളുടെ മേലേക്ക് ഇപ്പൊ എടുത്തു ചാടും. അത് എക്സ്പ്ലോഡ് ആയിട്ട് അതിന്റെ പവറില് നമ്മുടെ ആളിപ്പോ തെറിച്ചു പോവാണ്. അത് കണ്ട് എല്ലാവരും ഷോക്കാവും. ചിരിക്കുട്ടനാണെങ്കില് നല്ല ഹാപ്പി ആവും. ഹീറോ റോക്കറ്റ് വിട്ട സന്തോഷത്തില് അങ്ങനെ പാഞ്ഞു പോവാണ്. പക്ഷെ അപ്പോഴായിരിക്കും ഒരു കാര്യം ആലോചിക്കുക. ആവേശത്തിന് അവനിപ്പോ പറന്നു വരികയാണ്. പക്ഷെ എങ്ങനെ ലാൻഡ് ചെയ്യും? ഈ ഒരു ഫോഴ്സില് ഡയറക്റ്റ് ആയിട്ട് ലാൻഡ് ചെയ്ത ഹീറോയുടെ കാര്യത്തില് ഒരു തീരുമാനാവും. ഹീറോയ്ക്ക് പേടി കൂടി അവന്റെ കൈയും കാലും ഇപ്പൊ കിടന്ന് വിറയ്ക്കാൻ തുടങ്ങും. പക്ഷെ അതേസമയം
ഹീറോയുടെ ട്രിക്ക് കണ്ട് ചപ്രത്തലേനും ഐസ്മാനും ഇപ്പൊ കുറച്ച് അസൂയ തോന്നും. അവര് വിടില്ല എന്ന് പറഞ്ഞ് അലറി ഹീറോയുടെ പിന്നാലെ ഓടുകയാണ്. ഇവിടെ ഹീറോ ആണെങ്കില് ഇപ്പൊ കൺട്രോള് പോയി അങ്ങനെ മുൻപോട്ട് തെറിച്ചു പോവും. അങ്ങനെ ലക്ഷ്യമില്ലാതെ ഇപ്പൊ മുൻപോട്ട് തെറിച്ചു പോവും. ഹീറോയുടെ കൺട്രോള് അത് മുഴുവനായിട്ടും പോയി അവൻ താഴേക്ക് വീഴുമ്പോ അവന്റെ തൊട്ട് താഴെ കൂടെ ഇപ്പൊ ഐസ്മാനും ചപ്രത്തലേനും ആ ഒരു ഫിനിഷിംഗ് ലൈന് അത് ക്രോസ് ചെയ്യാൻ പോവാണ്. അത് കണ്ട ഹീറോ ആവട്ടെ വിട്ടുകൊടുക്കാൻ പറ്റില്ല, ഇതാണ് കറക്റ്റ് അവസരം എന്ന് പറഞ്ഞ് അവരുടെ ഷോൾഡറിൽ ചവിട്ടി അവന്റെ ഫുൾ പവർ എടുത്ത് മുൻപോട്ട് കുതിച്ചു ചാടും. നിലത്ത് വീണുടനെ ഇപ്പൊ നമ്മുടെ ആൾ എണീറ്റ് നിന്ന് ഉഷാറായിട്ട് മുൻപോട്ട് ഓടും. അത് കാണുമ്പോ ജനങ്ങളാവട്ടെ അവര് കരഘോഷം ഉയർത്തും. ചപ്രത്തലേനും ഐസ്മാനും അത് തീരെ പിടിക്കില്ല. അവരവരുടെ പവർ യൂസ് ചെയ്ത് ഹീറോയെ തോൽപ്പിക്കാനായിട്ട് ഇപ്പൊ ഉഷാറായിട്ട് ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ അപ്പോഴേക്കും നമ്മുടെ ഹീറോ അവൻ ആ ഫിനിഷിംഗ് പോയിന്റ് അത് ക്രോസ് ചെയ്യും. ജനങ്ങളെല്ലാവരും ഇപ്പൊ എഴുന്നേറ്റ് നിന്ന് കൈകൊട്ടും. വീട്ടിലിരുന്ന അവന്റെ അമ്മയും അത് കണ്ട് സന്തോഷിക്കും. അതുപോലെ തന്നെ ആ ഒരു വില്ലന്മാരുടെ ലീഡർ അവനും ഇത് ടിവിയിൽ കാണുന്നുണ്ട്. പക്ഷെ അവന്റെ വിജയത്തില് ഏറ്റവും സന്തോഷിക്കുന്നത് മറ്റാരുമല്ല, സാക്ഷാൽ ചിരിക്കുട്ടൻ. ഹീറോയെ കണ്ട് സൂപ്പർ ഹീറോ ഏജൻസിയിലുള്ളവര് ഇപ്പൊ കാൽക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങും. ഇവൻ ആക്ച്വലി പ്രത്യേകിച്ച് ഒരു പവർ ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇൻ കേസ് ഇവന് സെലക്ഷൻ കിട്ടി നമ്മുടെ ഏജൻസിയിലേക്ക് വരികയാണെങ്കിൽ ഇവന് വെച്ച് എങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയും എന്നൊക്കെ പറഞ്ഞ് ഒരു കൂലങ്കക്ഷമായിട്ട് ഇപ്പൊ കാൽക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങും. ചിരിക്കുട്ടൻ അവന്റെ പവർ ഹീറോയ്ക്ക് കൊടുക്കാൻ ഒരേ ഒരു കാരണം മാത്രമാണ്. ഹീറോയ്ക്ക് സ്വാർത്ഥ താല്പര്യങ്ങള് ഒന്നും തന്നെ ഇല്ല. മറ്റുള്ളവരെ സഹായിക്കണം, അവരോട് ചേർന്ന് നിൽക്കണം എന്ന നല്ല മനസ്സാണ് ഹീറോയ്ക്ക്. അത് കണ്ടാണ് ചിരിക്കുട്ടൻ തന്റെ പവർ ഒന്നും നോക്കാതെ ഹീറോയ്ക്ക് നൽകിയത്. ചപ്രത്തലേന് അവന്റെ ദേഷ്യം അത് സഹിക്കാൻ പറ്റില്ല. ഡോറ തുള്ളിച്ചാടി ഓടി വന്ന് ഇപ്പൊ ഹീറോയെ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്ത് അവനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. നമ്മുടെ ആൾക്കാണെങ്കില് ഇപ്പൊ ഭയങ്കര നാണോ. വയലറ്റ് തലേന് നടക്കാൻ വയ്യാതെ ആരുടെയോ പുറത്ത് തൂങ്ങിക്കിടന്ന് റിലാക്സ്ഡ് ആയിട്ട് വരികയാണ്. ചുന്ദരി ടീച്ചർ ആള് വിളിച്ചു പറയും, ഫസ്റ്റ് ഗെയിമില് ഫസ്റ്റ് പൊസിഷനില് ഇസുക്കി പയ്യൻ, രണ്ടാം പൊസിഷനില് ഐസ്മാൻ, മൂന്നാമത് നമ്മുടെ ചപ്രത്തലേൻ. പിന്നീട് ഓരോരുത്തരുടെയും പൊസിഷൻസ് ഇപ്പൊ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. അവസാനമായിട്ട് എത്തുക നമ്മുടെ സ്വന്തം തള്ളുകാരി ആ ഒരു പ്രിൻസസ്. ചുന്ദരി ടീച്ചർ വിളിച്ചു പറയും, ഇതിൽ നിന്ന് 72 പേരെയാണ് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. അടുത്ത ടാസ്ക് അത് കാവൽ ബാറ്റിലാണ്. തെരഞ്ഞെടുക്കപ്പെട്ട 72 പേര് അവര് പരസ്പരം ഫൈറ്റ് ചെയ്യുന്നതാണ് ഈ ഒരു ഗെയിം. ഇതിൽ 4 പേരുള്ള ഓരോ ടീമായിട്ടായിരിക്കും അവരെ സെലക്ട് ചെയ്യുക. കഴിഞ്ഞ ഗെയിമിന്റെ പെർഫോമൻസ് അനുസരിച്ച് എല്ലാവർക്കും ഇപ്പോ മാർക്സ് കൊടുക്കാൻ തുടങ്ങും. അതിൽ ഹീറോയ്ക്ക് കിട്ടുന്ന മാർക്ക് അത് 10 മില്യൺ ആയിരിക്കും. അത് കേട്ട് ഹീറോ ഷോക്കാവും. മാത്രമല്ല ഇപ്പൊ എല്ലാവരുടെയും കണ്ണുകള് അത് ഹീറോയ്ക്ക് നേരെ വരും. അങ്ങനെ ഒരുപാട് കണ്ണുകള് ഹീറോയെ നോക്കി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് ഗോ പൊളി.